നമ്മളൊക്കെ കേൾക്കുന്ന ഒരു വാക്കാണ്, ഇംഗ്ലീഷ് പഠിക്കുന്ന എല്ലാവരും തന്നെ കേൾക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ഫ്രേസ് പഠിക്കണം. അങ്ങനെ പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് സെന്റൻസ് ഫ്ലോയിൽ നല്ല ഒഴുക്കോട് കൂടി സംസാരിക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ കുറെ ഫ്രേസ് കാണാതെ പഠിക്കണം. അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങ് നമ്മൾ പഠിക്കും. പക്ഷേ എന്താണ് ഈ ഫ്രേസ്? അവിടെ എന്താണെന്ന് മനസ്സിലാക്കാതെ നമ്മളൊരു കാര്യം ഇങ്ങനെ ചുമ്മാ പഠിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അപ്പൊ എന്താണ് ഫ്രേസ് എന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫ്രേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇംഗ്ലീഷ് സെന്റൻസിൽ എന്താണ് മസ്റ്റായിട്ട് ഉണ്ടാവണമെന്ന് ഞാൻ എപ്പോഴും പറയണത്, ഒരു സബ്ജക്റ്റും ഒരു വേർബും വേണം. സബ്ജക്റ്റും വേർബും ഇല്ലാതെ ഒരു ഇംഗ്ലീഷ് സെന്റൻസ് ഇല്ല. അപ്പൊ ഫ്രേസ് എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ അതിൽ കൂടുതലോ വാക്കുകൾ ഉണ്ടാവാം, പക്ഷേ അതിനൊരു അർത്ഥം ഉണ്ടാവത്തില്ല. അതിനൊരർത്ഥം വരണമെങ്കിൽ നമ്മുടെ സെന്റൻസ് കംപ്ലീറ്റ് ആയിട്ട് സബ്ജക്റ്റും വേർബും എല്ലാം കൂട്ടിച്ചേർത്ത് കഴിയുമ്പോൾ ആണ് അതിനൊരർത്ഥം വരും. പക്ഷേ അതിൽ കുറേ വാക്കുകൾ അവിടെ നിപ്പുണ്ടാവും, പക്ഷെ അതിനെ ഒറ്റയ്ക്കെടുത്ത് വെച്ച് നോക്കിയാൽ ഒരർത്ഥവും വരികയില്ല. അതിനെയാണ് നമ്മൾ ഫ്രേസ് എന്ന് പറയുന്നത്. കുറെ പേർക്ക് മനസ്സിലായി, കുറെ പേർക്ക് മനസ്സിലായില്ല. കുഴപ്പമില്ല, നമുക്ക് ഫ്രേസ് സെന്റൻസുകൾ വഴി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഫ്രേസ് എന്ന് പറയുന്നത് പലതരം ഫ്രേസ് ഉണ്ട്. അപ്പൊ ഞാനിവിടെ ഒന്നാമത്തെ ഫ്രേസ് നൗൺ ഫ്രേസ് എന്ന് എഴുതി, രണ്ടാമത്തത് വേർബ് ഫ്രേസ്, മൂന്നാമത്തത് അഡ്ജക്റ്റീവ് ഫ്രേസ്. നമുക്ക് അടുത്ത് ബാക്കി എഴുതാം. ഒന്ന് നൗൺ ഫ്രേസ്, വേർബ് ഫ്രേസ്, അഡ്ജക്റ്റീവ് ഫ്രേസ് ആണ്. അപ്പൊ നിങ്ങൾ നോക്കൂ, ഞാനിവിടെ ഒരു സെന്റൻസ് എഴുതിയിട്ടുണ്ട്. ഷീ ബോട്ട് എ ബ്യൂട്ടിഫുൾ റെഡ് ഡ്രസ്. അപ്പൊ ഇത് അർത്ഥം നിങ്ങൾക്കറിയാം, ഞാൻ ഈ പറയേണ്ട കാര്യമില്ല. അവള് റെഡ് കളറിലുള്ള മനോഹരമായിട്ടുള്ള ഒരു ഡ്രസ് വാങ്ങിച്ചു. അപ്പൊ ഞാൻ ഇങ്ങനെ പറയുകയാണെ, നിങ്ങൾ നോക്കൂ, ഷീ ബോട്ട് എ ഡ്രസ് എന്ന് പറഞ്ഞാൽ എന്താ? ആ സെന്റൻസിന് ഒരു അർത്ഥമുണ്ട് അല്ലെ? അപ്പൊ ഇനി ഞാൻ പറയാണ് ബ്യൂട്ടിഫുൾ റെഡ്. ആ ബ്യൂട്ടിഫുൾ റെഡ് എന്ന് പറഞ്ഞാൽ രണ്ട് വാക്കുണ്ട്. അപ്പൊ നമ്മളൊരു സെന്റൻസ് ആയല്ലോ എന്നോർത്ത് ചിന്തിച്ചാൽ അതിനൊരു അർത്ഥമുണ്ടോ? അർത്ഥമില്ല. ഇതിനർത്ഥം വന്നത് എപ്പോഴാണ്? ഇതൊരു മീനിങ് ഫുൾ സെന്റൻസ് ആയത് എപ്പോഴാണ്? ഈ ബാക്കിയുള്ളവരുടെ കൂടെ ചേർത്ത് നിർത്തിയപ്പോഴാണ് ആ വാക്കുകൾക്ക് നല്ലൊരർത്ഥം വന്നു അല്ലെ? ഷീ ബോട്ട് എ ബ്യൂട്ടിഫുൾ റെഡ് ഡ്രസ്. നൗൺ എന്ന് പറയുന്നത് എന്താണ്? ഇതിനകത്ത് ഡ്രസ് ആണ്. അപ്പോൾ നൗൺ ഫ്രേസ്, ഈ നൗണിനോട് ഒന്നിച്ച് നിൽക്കുന്നതാണ് എന്ത്? ബ്യൂട്ടിഫുള്ളും റെഡും. ഇവിടുത്തെ ഫ്രേസ് അപ്പൊ എന്താണ്? ഈ ബ്യൂട്ടിഫുള്ളും റെഡ് എന്നുമുള്ളതും ഇവിടുത്തെ ഫ്രേസ് ആണ്. അപ്പൊ ഫ്രേസ് എന്ന് പറയുമ്പോൾ വലിയ സംഭവം ഒന്നുമല്ല. എന്താണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നൗൺ ഫ്രേസ് എന്ന് പറഞ്ഞാൽ നൗണിനെ നമ്മൾ എങ്ങനെയാണോ അതെങ്ങനത്തെയാണെന്നൊക്കെ നമ്മൾ കൂടുതൽ വിശേഷിപ്പിക്കുന്നതാണ് നൗൺ ഫ്രേസ്. അപ്പോൾ ഇവിടെ ഡ്രസ്സാണ്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഫ്രേസ് തന്നെ നിന്നാൽ അതിനൊരു അർത്ഥമില്ല. അതിന് മീനിങ് ഫുൾ ആവണമെങ്കിൽ അത് ബാക്കിയുള്ളവരുടെ കൂടെ നിൽക്കണം. അപ്പൊ ഈ ബ്യൂട്ടിഫുൾ എന്നുള്ളതും റെഡ് എന്നുള്ളതും ഷി ബോട്ട് എ ബ്യൂട്ടിഫുൾ റെഡ് ഡ്രസ് നായപ്പോൾ, റെഡ് ഡ്രസ്സസ് നായപ്പോൾ അത് എന്തായി മാറി? അത് അർത്ഥമുള്ള ഒരു സെന്റൻസ് ആയി മാറി. അപ്പൊ നൗൺ ഫ്രേസ് മനസ്സിലായല്ലോ, ബ്യൂട്ടിഫുൾ റെഡ് എന്നുള്ളതാണ് നൗൺ ഫ്രേസ്. ഇനി ഞാൻ അടുത്ത് എഴുതിയിരിക്കുന്നു വേർബ് ഫ്രേസ്. വേർബ് ഫ്രേസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് ഇനിയിപ്പോ ഒരു ഐഡിയ കിട്ടി, വേർബിനോട് നിൽക്കുന്നവരാണ്. പക്ഷേ മെയിൻ വേർബും ഓക്സിലറിയും കൂടെ ഒന്നിച്ചുള്ളതാണ് നമ്മൾ വേർബ് ഫ്രേസ് എന്ന് പറയുന്നത്. There will be arriving soon. അപ്പൊ ഞാൻ പറഞ്ഞുല്ലോ, ഫ്രേസ് എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ മൂന്നോ വാക്കുകളൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷെ അതിനൊരു അർത്ഥമില്ല. അപ്പൊ നമ്മളിവിടെ ഈ അറൈവിങ് എന്ന് പറയുന്ന വാക്ക് മാത്രം ഇങ്ങോട്ട് എടുക്കുകയാണ്, മാത്രം ഇങ്ങോട്ട് എടുത്തു. അപ്പൊ അതിനൊരു അർത്ഥമുണ്ടോ? ഇല്ല. പക്ഷെ ഈ സെന്റൻസിന്റെ കൂടെ ചേർത്തു. അതേപോലെ വിൽ ബി എന്ന് പറയുന്ന വാക്ക് മാത്രം ഞാൻ ഇങ്ങോട്ട് എടുത്തു. അർത്ഥമായോ? മീനിങ് ഫുൾ സെന്റൻസ് ആയോ? അത് ആയില്ല. ദേ വിൽ ബി അറൈവിങ് സൂൺ എന്ന് പറഞ്ഞപ്പോഴാണ് അതൊരു മീനിങ് ഫുൾ സെന്റൻസ് ആയത്. അപ്പോ ഓക്സിലറിയും മെയിൻ വേർബും കൂടെ ഒന്നിച്ചു വരുന്നതാണ് എന്ത്? വേർബ് ഫ്രേസ്. വിൽ ബി അറൈവിങ്. കാര്യം ഫ്രേസ് എന്താണെന്ന് നിങ്ങൾ ഓർക്കണം. ഫ്രേസ് എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അർത്ഥമില്ല. അറൈവിങ് ഈ സെന്റൻസിൽ ഒറ്റയ്ക്ക് നിന്നപ്പോൾ അർത്ഥമില്ല. വിൽ ബി ഒറ്റയ്ക്ക് നിന്നപ്പോൾ അർത്ഥമില്ല. ഇവരെ നമ്മൾ അങ്ങോട്ട് കൂട്ടിച്ചേർത്തു. ദേ വിൽ ബി അറൈവിങ് സൂൺ എന്ന് പറഞ്ഞ് കൂട്ടിച്ചേർത്തപ്പോ അതിന് അർത്ഥമായി. അപ്പൊ വേർബ് ഫ്രേസ് ഇതാണ്. ഇനി അഡ്ജക്റ്റീവ് ഫ്രേസ്. അഡ്ജക്റ്റീവ് ഒക്കെ എന്താണെന്ന് എല്ലാവർക്കും അറിയാം, ഞാൻ ഇനി പറയേണ്ട കാര്യമൊന്നുമില്ല അല്ലെ? അഡ്ജക്റ്റീവ്, ഹി ഈസ് വെരി കൈൻഡ് ആൻഡ് ജനറസ്.
അപ്പൊ ഞാൻ പറഞ്ഞുല്ലോ, ഞാൻ ഇവിടെ വെരി കൈൻഡ് ആൻഡ് ജനറസ് എന്ന് മാത്രം എടുത്തു. ആരാ? നിങ്ങൾ അന്നേരം എന്നോട് ചോദിക്കുക ആരാ? അതിന് അർത്ഥമില്ല. അപ്പൊ ഞാൻ ആരാന്നാക്കി ഹി ഈസ് കൈൻഡ് ആൻഡ് ജനറസ്. അപ്പൊ ഇവിടുത്തെ ഫ്രേസ് ഇതാണ്. അപ്പൊ ഫ്രേസ് എന്താണെന്ന് മനസ്സിലായല്ലോ. വാക്കുകൾ 1 2 3 4 ഒക്കെ ഉണ്ടാവും, പക്ഷെ അതിന് അർത്ഥമില്ല. സെന്റൻസുകളുടെ കൂടെ ചേർന്ന് നിന്നപ്പോഴാണ് അതിന് അർത്ഥമായത്. അപ്പൊ നമ്മൾ 3 എണ്ണം പഠിച്ചു: നോൺ ഫ്രേസ്, വേർബ് ഫ്രേസ്, അഡ്ജക്റ്റീവ് ഫ്രേസ്. അടുത്തത് ഞാൻ ഇവിടെ ഒന്ന് എഴുതട്ടെ. ഞാൻ എഴുതിയേക്കുന്നത് നോക്കൂ. അടുത്തത് ആഡ്വേർബ് ഫ്രേസ്, പ്രിപ്പോസിഷൻ ഫ്രേസ്. ആഡ്വേർബ് ഫ്രേസ് എന്ന് പറയുമ്പോൾ ആഡ്വേർബ് എന്താണെന്ന് ഓർക്കുക. ഷി സിങ്സ് വിത്ത് ഗ്രേറ്റ് എൻതൂസിയാസം. ആഡ്വേർബ് വേർബിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നു. അപ്പൊ വേർബ് സിങ്സ് ആണ്. അപ്പൊ എന്താണ്? ഗ്രേറ്റ് എൻതൂസിയാസം വഴിയാണ് അവള് പാടുന്നത്. അപ്പൊ ആ സിങ്സ് എന്ന് വിത്ത് ഗ്രേറ്റ് എൻതൂസിയാസം ഞാൻ വെറുതെ എഴുതി വെച്ചു. ഷീ വിത്ത് ഗ്രേറ്റ് എൻതൂസിയാസം. അപ്പൊ നിങ്ങൾ ചോദിക്കും എന്താ അല്ലെ, അർത്ഥമില്ല. അപ്പൊ അർത്ഥം വരുത്താൻ വേണ്ടി ഞാൻ സിങ്സ് കൊടുത്തിട്ട് സെന്റൻസ് കംപ്ലീറ്റ് ചെയ്ത് ഒരു ഫ്രേസും കൂടെ കൊടുത്തപ്പോഴാണ് അത് അർത്ഥമായത്. അപ്പം ആഡ്വേർബ് ഫ്രേസായി വിത്ത് ഗ്രേറ്റ് എൻതൂസിയാസം. ക്ലിയർ? പ്രിപ്പോസിഷൻ ഫ്രേസ്. പ്രിപ്പോസിഷൻ ഫ്രേസ് എന്ന് പറഞ്ഞാൽ പ്രിപ്പോസിഷനും ഒബ്ജക്റ്റും കൂടെ ചെയ്യുന്നത്, അതാണ് പ്രിപ്പോസിഷൻ ഫ്രേസ്. ടു ദ മാർക്കറ്റ്. ഞാൻ ചുമ്മാ ടു ദ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അർത്ഥമില്ല. ഷീ വർക്ക്സ് ടു ദ മാർക്കറ്റ് എവരി ഈവനിങ് എന്നാണ് ഞാൻ എഴുതിയത്. അപ്പോൾ അതില് ആ 1 2 വാക്ക് 3 വാക്കുകളെ ഞാൻ എടുത്തുകൊണ്ടുവന്ന് സെന്റൻസിന്റെ ഒപ്പം നിർത്തിയപ്പോഴാണ് അതിന് അർത്ഥം വന്നത്. അപ്പൊ എന്താണ് ഫ്രേസ്? നിങ്ങൾക്ക് മനസ്സിലായി? ഫ്രേസ് എന്ന് കേൾക്കുമ്പോഴത്തേക്കും ആരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. PSC ടെസ്റ്റിനൊക്കെ ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഫ്രേസ് എന്ന് പറഞ്ഞാൽ അർത്ഥമില്ലാത്ത വാക്കുകളെ നമ്മൾ സെന്റൻസിന്റെ കൂടെ ചേർത്ത് വെച്ച് അർത്ഥമാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും ഫ്രേസിന് അർത്ഥമില്ല, പക്ഷെ അവ സെന്റൻസുകളുടെ കൂടെ നിൽക്കുമ്പോൾ അവയ്ക്ക് അർത്ഥമുണ്ട്. ക്ലിയർ ആയല്ലോ? ഇനി ഫ്രേസ് എന്താണെന്ന് എന്നോട് ഇനി ആരും ചോദിക്കാൻ പാടില്ല. ക്ലിയർ? ഓക്കെ. അപ്പോൾ ഇന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്, പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ്സും കൂടിയാണ്. നമ്മൾ കേൾക്കുക, നിങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെ 30 ഡേയ്സ് വരുന്ന ക്ലാസ്സുകൾ എൻഡിങ് പോയിന്റിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആഫ്റ്റർ ദാറ്റ് നമ്മളൊരു 30 ഡേയ്സ് വരുന്ന വൊക്കാബുലറി ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കുക, നമ്മൾ ഇഷ്ടമുണ്ടെങ്കിൽ, മനസ്സിലാവുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ നിങ്ങൾ മറന്നു പോകരുത് കേട്ടോ. ആദ്യമായിട്ടൊക്കെയാണ് കാണുന്നതെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട. പുറകോട്ടുള്ള എൻ്റെ വീഡിയോസ് ഒക്കെ നോക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് തോന്നുന്നുണ്ട് എങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതേപോലെ തന്നെ ഇംഗ്ലീഷ് പഠിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കുക. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.